ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ക്യാരമൽ പുഡിങ്ങാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ പുഡിങ് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ പുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് നേരം ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ 3 ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവി വെള്ളം വീഴാതിരിക്കാൻ ഇതുപോലൊരു പോളിത്തീൻ കവറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഇതുപോലെ ഞാനൊരു പാൻ എടുത്തു. ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് നിറച്ച ഗ്ലാസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് അടച്ച് ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭംഗിയും കൂടും, അതുപോലെ ടേസ്റ്റും കൂടും. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കപ്പലണ്ടിയും പിന്നെ ചെറിയുമാണ്. വറുത്ത കപ്പലണ്ടി ഉണ്ടല്ലോ, ചെറുതായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുഡിങ് കാണാനൊക്കെ നല്ലൊരു ഭംഗിയും കിട്ടും. കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ കഴിക്കാനും കിട്ടും. അപ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.